ഹലോ ഐഷാസ്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ കുറേ നേരം സന്തോഷിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പണി ചെയ്യണമല്ലോ, പണി ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞ് പണി തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാ സന്തോഷങ്ങൾക്കും സന്തോഷം വേണമെങ്കിൽ റീസൺ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്തില്ലെങ്കിൽ സന്തോഷം വരില്ലെന്നാണ് എൻ്റെ തിയറി. അപ്പം കുറച്ച് ദിവസമായിട്ട് മോളുടെ എക്സാമിൻ്റെ എക്സ്ക്യൂസും പറഞ്ഞ് ഞാൻ കുറച്ച് എക്സ്ക്യൂസ് എടുത്തപ്പോഴത്തേക്ക് ഒരുപാട് ഇഷ്യൂ ആയി എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ടൈമിന് കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം പിന്നെയും വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജോലി ചെയ്തേ പറ്റൂ ഇന്ന്, അതുകൊണ്ടാണ് വന്നത്. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വയ്യ, എങ്കിലും നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റൻഷനിലാണ് ഇന്ന് വന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് 2 ഡ്രസ്സേ ചെയ്തുള്ളൂ. ഒരു ഡ്രസ്സ് ഓൾറെഡി ചെയ്തു, അതങ്ങ് കൊടുത്തു. ഇത് വന്നിട്ട് ഒരു സൽവാറാണ് കേട്ടോ. ഇത് വന്ന് മറ്റേ പാരലൽസ് പാൻറ്റുമായിട്ട് ഇലാസ്റ്റിക് ബാൻഡാണ്. പിന്നെ ഇതുപോലത്തെ സ്ട്രെയിറ്റ് കട്ട് പാൻസാണ്. ഇതിന് എന്താ പറയുന്നത്, അത് പാരലൽ പാൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ആ പാൻസാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻസുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫീഡിങ് സൽവാറാണ് കേട്ടോ. ഫീഡിങ് ഒരു 6 months ആയ ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ സൽവാറാണ്. അപ്പോൾ അവരെനിക്ക് ഇതുപോലെ സിബ് വെക്കാൻ പറഞ്ഞു. ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാണ് സിബ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇതുപോലെ സിബ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ സിബ് ഇരിക്കുന്നത് കാണാൻ പറ്റും, പക്ഷേ ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഷോൾ ഇട്ടേക്കാണ് ചേച്ചി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. പക്ഷേ സിബ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സിബ് ഞാൻ വെച്ചേക്കുന്നത്. അധികമൊന്നും കാണാൻ പറ്റില്ല, ഫ്രണ്ടിൽ മാത്രം എന്തായിരുന്നാലും കാണുക. എന്ന് വെച്ചാൽ മറ്റേ ഇൻവിസിബിൾ സിബ് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പം ഇതാകുമ്പോഴത്തേക്ക് ചീത്തയാവില്ല. അപ്പം ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഡിസൈനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിരിക്കുവാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, അവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇതൊരു ഡ്രസ്സ്. പിന്നെ 1-2 ഓൾട്രേഷൻസും ചെയ്തു. ഓൾട്രേഷൻസ് ഒന്നും ഞാൻ കാണിക്കാറില്ലല്ലോ. അപ്പം ഫ്രം ഐഷാസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫ്രം ഐഷാസ്.